ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ MLC സ്ഥാനം രാജിവെച്ചു. രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് രാജി. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ നിതീഷ് കുമാർ MLC സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ഇനി രാജ്യസഭാംഗമായി അദ്ദേഹത്തെ കാണാം. എപ്പോഴായിരുന്നു സ്ഥാനം രാജിവെച്ചത്? സ്മൃതി, ഇന്ന് രാവിലെയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ MLC സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ കുറച്ച് ദിവസം കൂടി തുടരും എന്ന സൂചനയാണ് JDU ഒപ്പം BJP വൃത്തങ്ങളും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഒരു തലമുറ മാറ്റം അവിടെ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായി നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് പോവുകയും BJPയിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് തീരുമാനമായതാണ്. പക്ഷേ ആ ധാരണ ഉണ്ടായെങ്കിൽ പോലും പുതിയ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ BJPയിൽ ഇപ്പോഴും തുടരുകയാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നതിൽ ചില ആശയക്കുഴപ്പം BJPക്കും ഉണ്ട് എന്ന വിവരമുണ്ട്. ആ പശ്ചാത്തലത്തിൽ തൽക്കാലം മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ രാജിവെക്കാത്ത, ഒപ്പം സംസ്ഥാന രാഷ്ട്രീയ സജീവമായി നിൽക്കുന്ന ഒരാൾ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് JDU ആവശ്യം ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതാണെങ്കിലും ഉടനെ തന്നെ BJP ഒരു പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തും. അതിന് പിന്നാലെ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം കൂടി രാജിവെക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരമുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 16-ാം തീയതിയായിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാർ വിജയിക്കുകയും ചെയ്തത്. 14 ദിവസത്തിനകം തന്നെ MLC സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വം റദ്ദാവുന്ന പശ്ചാത്തലമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും അതിവേഗം ഈ MLC സ്ഥാനം രാജിവെച്ചുകൊണ്ട് നിതീഷ് കുമാർ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 6 മാസം വേണമെങ്കിൽ കാവൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടരാൻ കഴിയുകയും ചെയ്യും. പക്ഷേ അതിനു മുമ്പ് തന്നെ BJP എന്നാണെങ്കിലും പുതിയ മുഖ്യമന്ത്രി കണ്ടെത്തും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. നിലവിലത്തെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരിയുടെ പേര് തന്നെയാണ് സജീവമായി തന്നെ ചർച്ചയുള്ളത്. പക്ഷേ ദേശീയ തലത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൾ നീക്കവും BJPയിൽ ഉണ്ട് എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതാണെങ്കിലും ചർച്ചകൾ സജീവമായി തന്നെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 2 പതിറ്റാണ്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നു. 10ാം തവണയും മുഖ്യമന്ത്രി ഏറെക്കുറെ 4 മാസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഈ MLC സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം JDU വ്യക്തമാക്കുന്നത്, JDU ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തീരുമാനം എടുത്തെങ്കിലും RJD വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് RJDയുടെ ഭാഗത്ത് നിന്ന് തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നത് BJP നിർബന്ധത്തിന് വഴങ്ങിയാണ് നിതീഷ് കുമാർ ഇത്തരത്തിൽ രാജിവെച്ചിരിക്കുന്നത്. BJP JDUവിനെ അത്തരത്തിൽ പൂർണ്ണമായും വിഴുങ്ങാൻ പോകുന്ന വിമർശകർ RJDയുടെ ഭാഗത്ത് ഉണ്ട്. എന്താണെങ്കിലും നിതീഷ് കുമാർ സംബന്ധിച്ച് അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വലിയ തിരിച്ചടിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത്. രാജ്യസഭാംഗമായി ഇനി നിതീഷ് കുമാറിനെ കാണാം. അദ്ദേഹം MLC സ്ഥാനം രാജിവെച്ചു.